കുട്ടിക്കാലം മുതലേ ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നു. പ്രസംഗങ്ങളുടെ ബാലപാഠങ്ങൾ സിസ്റ്റേഴ്സുമാർ വഴിയായും മറ്റ് വികാരിച്ചന്മാർ വഴിയായിട്ടൊക്കെ എഴുതി പഠിച്ചുമൊക്കെ പഠിച്ചു വരുന്നു. അങ്ങനെ മിഷൻ ലീഗിലൂടെ വളർന്നു വരുന്ന ഒരു ദൈവവിളിയാണ് എനിക്ക് ലഭിച്ചത്. ഒരു 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ അൾത്താരബാലനായിരുന്നപ്പോൾ അച്ഛന്മാർ അവർക്ക് ജനം കൊടുത്ത ആദരവ്, അവർ ഞങ്ങൾ കുട്ടികൾക്ക് നൽകിയ വാത്സല്യം, പ്രോത്സാഹനം, ഇതെല്ലാം ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചു. എൻ്റെ കൂടെ മിഷൻ ലീഗിൽ പ്രവർത്തിച്ച പലരും ഇന്ന് അച്ഛന്മാരാണ്, പലരും ഇന്ന് സിസ്റ്റേഴ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചതാണ്. അപ്പം ഒരു രൂപതയുടെ ഒരു വൈദികനാവുക എന്ന ചിന്ത അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 10ന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പോയി. അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSC, അതിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റികളൊക്കെ ആയിട്ട് വന്ന് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയക്കാർക്ക് ആകർഷണം തോന്നാൻ കാരണം എനിക്കുള്ള ആ പ്രസംഗ ചാതുര്യമായിരുന്നു. അത് പിന്നെ ഫുൾ ടൈം അതിലേക്കായി ശ്രദ്ധ. അങ്ങനെ വരുമ്പോൾ പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനം പിളരുന്നു, സ്നേഹിതരെല്ലാം പല ഗ്രൂപ്പുകളാകുന്നു. അപ്പോഴാണ് വീണ്ടും പഴയ ആ ഓർമ്മ, അച്ഛനാകുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടും മനസ്സിലേക്ക് വരുന്നത്. ആ സമയത്താണ് പിന്നീട് ചില അങ്കിൾമാർ അച്ഛന്മാരുടെ കൂട്ടത്തിൽ വടക്കേ ഇന്ത്യ രാജ്കോട്ട് മിഷനിൽ ചുമ്മാ സഹായിക്കാനൊക്കെ പോയി അവിടെ പ്രവർത്തിച്ചു. എല്ലാം കഴിഞ്ഞ് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കപ്പുച്ചിൻ സഭയോട് ഒരു താല്പര്യം. അതിൻ്റെ ഒരു കാരണം, ഞങ്ങളുടെ അടുത്ത കട്ടപ്പനയിൽ പൊർച്ചിയങ്കല എന്നൊരു കപ്പുച്ചിൻ ആശ്രമമുണ്ട്. അവിടുത്തെ അച്ഛന്മാരെയൊക്കെ ഞാൻ നരിയമ്പാറ മലമുകളിലെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കണ്ടു പരിചയമുണ്ട്. അവർക്ക് ജനം കൊടുത്ത ആദരവും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു താല്പര്യം തോന്നി. പിന്നീട് ഞങ്ങളുടെ അച്ഛന്മാരുടെയൊക്കെ വലിയ സീനിയേഴ്സിൻ്റെയൊക്കെ ധ്യാന പ്രസംഗങ്ങൾ, അത് സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, മിഷൻ ധ്യാനം, CC ധ്യാന മന്ദിരവാദ്യ, കരിസ്മാറ്റിക് ധ്യാന സെൻറ്റർ, ഇതെല്ലാം വന്നപ്പോൾ പ്രസംഗത്തോട് താല്പര്യമുള്ള എനിക്കും ഇങ്ങനെ പ്രസംഗത്തിന് ഊന്നൽ കൊടുക്കുന്ന, സുവിശേഷ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയോട് ഒരാഗ്രഹം. അപ്പോൾ അവിടെ തിരുവനന്തപുരത്തിലെ സിസ്റ്റേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചു തന്നു. അന്നിന്ന് വികാരിച്ചും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് 1980 കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിലേക്ക് വന്നു ചേരുന്നതും 13 വർഷക്കാലം പഠിക്കുന്നതും പിന്നീട് ഈ സഭയിൽ തന്നെ അച്ഛനായിത്തീരുന്നു. ഇപ്പം എൻ്റെ ചുറ്റുപാടിൽ നിന്നൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ 6 പേര് അയൽക്കാരെല്ലാം കൂടി ആയിട്ടിപ്പം കപ്പുച്ചിൻ സഭയിൽ ഉണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയതുകൊണ്ടാണ് ഈ ജനങ്ങളെ ഒരുമാതിരി കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗ ശൈലി പഠിച്ചത് രാഷ്ട്രീയത്തിൽ നിന്നാണ്. അതിന് വേരിയേഷനും പ്രസംഗത്തിൻ്റെ ഒരു അവതരണ ചാതുര്യമൊക്കെ ലഭിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ്. വലിയ വലിയ നേതാക്കന്മാരുടെ പ്രസംഗമൊക്കെ കണ്ടുപഠിച്ചു, അത് കേട്ടുപഠിച്ചു. അവരെങ്ങനെ ജനത്തെ കയ്യിലെടുക്കുന്നു എന്നുള്ളതും ഒരു പാഠമായിട്ട് പഠിച്ചു. അപ്പം ആ ഒരു ശൈലി അറിയാതെ ഹൃദയത്തിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് പ്രസംഗത്തിനാണേലും ഒരുപക്ഷെ സഭയിൽ ആദ്യമായിട്ട് ഒരു വേറിട്ട ശൈലി ഞാനായിരിക്കാം ധ്യാനത്തിന് കൊടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആൾക്കാർ പറയുന്നുമുണ്ട്. ഫലിതവും ഗൗരവവും ചിന്തകളും എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു ശൈലി. അതിനുശേഷമാണ് മറ്റു പലരും ആ ഒരു ശൈലി സ്വീകരിക്കുന്നതും അത് നല്ലതാണെന്ന് കാണാനൊക്കെ ഇടയായത്. അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വളർന്നു വന്നതുകൊണ്ട് ഏത് ഗ്രൂപ്പിലും പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. എല്ലാവരും നമ്മുടെ സ്വന്തമെന്ന് തോന്നാൻ പറ്റും. എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ അച്ഛൻ പറയുന്നത് എന്ന് ഒരു ചെറിയ തോന്നലുണ്ടാകാൻ രാഷ്ട്രീയ പ്രസംഗ പരിശീലന പാഠവും ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവിൽ നമുക്ക് വചനപ്രഘോഷണം ഒരു വലിയ ഗൗരവമുള്ള ഒരു ടാസ്ക്കായിട്ടാണ് സാധാരണ അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് മുതിർന്ന ധ്യാനഗുരുക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരായ ആചാര്യന്മാരെല്ലാം അങ്ങനെയാണ് ചെയ്യുക. സാധാരണ ധ്യാനത്തിൽ പോകാത്തവരും പള്ളിയിൽ കയറാത്തവരുമായ ആണുങ്ങളുണ്ട്. അവരെ കൂടെയൊക്കെ അൾത്താരയിലേക്ക് ആകർഷിക്കാനും വചനപ്രഘോഷണത്തെ സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു പൊടിക്കൈ എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി പഠന വ്യത്യാസമോ ജോലി വ്യത്യാസമോ പ്രായ വ്യത്യാസമോ ഇല്ലാതെ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനാണ് ഏറ്റവും വലിയ സ്വീകാര്യതയെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ഈ COVID-19 വന്നപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ
എന്നെ വിളിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു അരമണിക്കൂരെങ്കിലും ഓൺലൈനിൽ തരാമെന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ കാരണം അതിന് കിട്ടിയൊരു സ്വീകാര്യതയാണ്. അതുവഴി അപകടം ചിലർ ഫലിതം മാത്രം എടുത്തുകൊണ്ട് പോകും, ഗൗരവം വിട്ടുകളയും. ഒരു ഫലിതം പറയുന്നത് ഒരു സന്ദേശം പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഒരു അമ്മയ്ക്കൊരേക മകൻ, അപ്പൻ നേരത്തെ മരിച്ചു. അപ്പം ഈ ഏക മകനെ കൺമണി പോലെ അമ്മ വളർത്തിക്കൊണ്ട് വന്നു. കുറേ കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴും അമ്മയ്ക്ക് മോനോടിഷ്ടം, മകൻ്റെ സ്നേഹം മകൻ്റെ ഭാര്യ പൗക്കുമോ എന്ന അമ്മയ്ക്കൊരു ഭയം. അപ്പം എല്ലാ കാര്യവും ഈ അമ്മ പിന്നെയും ചെയ്യും. പശുക്കളെ വളർത്തുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളമ്പി വെക്കും, മകനും മകളും കഴിച്ചാൽ മതി. പശുവിനുള്ള പരുത്തിക്കുരു പുഴുങ്ങി കൊടുക്കും, ഇവരെടുത്തു കൊടുത്താൽ മതി, അമ്മ അതും തയ്യാറാക്കി വെക്കും, എല്ലാം ചെയ്യും. പക്ഷെ മകൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം, അടുത്ത് മുട്ടി ഉരുമിയിരുന്ന് ഓരോരുള്ള ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം. പക്ഷേ ഇടയ്ക്ക് അമ്മ കയറി വരുന്നതുകൊണ്ട് അവൾക്കൊരു നാണം. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം എല്ലാം ഒരുക്കി വെച്ച അമ്മയ്ക്ക് ഒരു തലവേദനയും പനിയും. അമ്മ കയറി കിടന്നിട്ട് പറഞ്ഞു, മോളെ നീയും മോനും കൂടെ വിളമ്പി കൊണ്ടുപോകണം, പശുവിന് പുഴുങ്ങി വെച്ച പരുത്തിക്കുരു എടുത്തും കൊടുത്തേക്കണം, അമ്മയ്ക്കൊരു തലവേദന, തലകറക്കം, പനി. അമ്മ കിടക്കാൻ വേണ്ടി അകത്തെ മുറിയിലേക്ക് പോയി. ഇവൻ എന്തോ സാധനം മേടിക്കാൻ സിറ്റിയിൽ പോയി. പെട്ടെന്ന് കറണ്ട് കട്ടായിരുന്നു. സാധനങ്ങളും മേടിച്ച് 2-3 ചെറിയ മെഴുകുതിരിയും മേടിച്ച് വീട്ടിൽ വന്നു. അവർ പ്ലാൻ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ചേക്കാം. മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ച് വെച്ചു. അരണ്ട വെളിച്ചത്തിൽ 1 കലം ചോറ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. തേങ്ങാമാങ്ങ മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ തുടങ്ങി. 9-ന് തുടങ്ങി. 2 പ്ലേറ്റ് അടുപ്പിച്ച് വെച്ചു, ഗ്ലാസ് മുട്ടിച്ച് വെച്ചു, കസേര ഉരിമയിട്ടു. അമ്മ നല്ല ഉറക്കം. ഇവനൊന്ന് ഉരുട്ടി അവളുടെ വായിൽ, അവളൊന്നുരുട്ടി അവൻ്റെ വായിൽ. കഴിച്ച് അവസാനം ചമ്മന്തിയും വെള്ളവും ചോറും എല്ലാം തീർന്നു. കയ്യിൽ നക്കി എമ്പക്കവും വിട്ട് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം രാവിലെ അമ്മ എഴുന്നേറ്റ പാടെ ചോദിച്ചു, എടീ പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ, മോരൊഴിച്ച് കഴിക്കാൻ? അമ്മ അവൾ പറഞ്ഞു, എൻ്റെ അമ്മ അത് മുഴുവൻ തീർന്നു പോയി. എന്നാ വയറാടി, 1 കലം ചോറ് മുഴുവൻ തീർന്നു. എൻ്റെ അമ്മയെ മുട്ടി ഒട്ടി ഉരുമിയിരുന്നപ്പം എത്ര പെട്ടെന്ന് തീർന്നെന്ന് പറയാൻ പറ്റുകയില്ല. പോട്ടെ, നീ ഉണങ്ങിയ ഓല കൊണ്ടുപോവാ, അടുപ്പിലിട്ട് കത്തിച്ച് കടുങ്കാപ്പി അനത്താം. ഗ്രാമീണ വീടാ. അവൾ ഓല പിറക്കാൻ പോയി. വന്നപ്പോൾ അമ്മ ചോദിച്ചു, നീ നുണ പറയാൻ തുടങ്ങിയോടി? അതെന്നാ? നീ ലേഡി പറഞ്ഞു മുഴുവൻ ചോറും തീർന്നെന്ന്. അതെ. എവിടെയാടി തീർന്ന്? ഇങ്ങോട്ട് നോക്ക്. ചോറും കലത്തിൻ്റെ മുടച്ചെടി പൊക്കിയപ്പം 1 കലം ചോറ് വീണ്ടും ഇരിക്കുന്നു. അത്ഭുതമേ അത്ഭുതം. എന്താ പറ്റിയത്? തലേ രാത്രിയിൽ മെഴുകിരിയുടെ അരണ്ട വെളിച്ചത്തിൽ സ്നേഹത്തിൻ്റെ വികാരത്തോടെ മുട്ടി ഉരുമി ഉരുട്ടി കൊടുത്തതും കഴിച്ചതും കലം മാറിപ്പോയി. പശുവിന് കൊടുക്കാൻ പുഴുങ്ങി വെച്ച പരുത്തിക്കുരുവിൻ്റെ കലമാണ് അവൾ ഉരുട്ടി കൊടുത്തതും അവൻ ഉരുട്ടി വിഴുകിയതും. സ്നേഹത്തിന് മുമ്പിൽ രുചിഭേദങ്ങളില്ല, സ്നേഹത്തിന് മുമ്പിൽ ടേസ്റ്റുകളില്ല. സ്നേഹമുണ്ടോ എല്ലാം മറക്കും, എല്ലാം മറക്കുന്നതും മറപ്പിക്കുന്നതുമാണ് സ്നേഹം. എല്ലാവരും ആത്മീയത, പരിശുദ്ധാത്മാവ്, പാപം, മാനസാന്തരം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി ഹൃദയങ്ങൾ ചലിക്കുന്നുണ്ട്. ശക്തമായ മാനസാന്തരങ്ങളും സഭയിൽ, സമൂഹത്തിൽ കാണാറുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും പലപ്പോഴും തൊടാതെ പോകുന്ന ഒന്നാണ് ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം. മഹാഭൂരിപക്ഷം പേരും അത് ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേര് ഞങ്ങളുടെയൊക്കെ അടുക്ക വരാൻ തുടങ്ങി. കാരണം കപ്പുച്ചിൻ സഭ കുടുംബ നവീകരണ ധ്യാനങ്ങളാണ് പൊതുവിൽ നടത്താറുള്ളത്. അപ്പോൾ ഒരുപാട് പേര് വന്നു തുടങ്ങി. വെച്ചാൽ ഇന്ന പ്രശ്നമുണ്ട്, ധ്യാനം കൂടി ഓക്കെ പറഞ്ഞു, വീട്ടിൽ വന്നു വീണ്ടും പ്രശ്നം. ആ ധ്യാനം നിർത്തി പോയി, ഇവിടെ പോയി കൗൺസിലേഴ്സിനെ കണ്ടു, അച്ഛന്മാരെ കണ്ടു, തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രശ്നം തീരുന്നേ ഇല്ല. അതെന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. എനിക്ക് തോന്നി കുടുംബവുമായിട്ട് ഭക്തിപരമല്ലാതെ മനഃശാസ്ത്രപരമായും സാമൂഹികമായും ധാർമ്മികമായുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ അറിവുള്ള വൈദികർ സഭയിൽ വേണം. ഇപ്പം കുടുംബം ക്രിസ്ത്യാനിയുടെ സ്വന്തമല്ല, അത് ഹിന്ദുവിനും പറ്റും, മുസൽമാനും പറ്റും. കത്തോലിക്കർക്ക് മാത്രമല്ല, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ, CSA, CNI എല്ലാ ആൾക്കാർക്കും പറ്റും. അപ്പോൾ അങ്ങനെ കുടുംബത്തെക്കുറിച്ചുള്ള ക്ലാസ് വന്നപ്പോൾ സകല ജാതികളും സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ
ഇത് ധ്യാനമാണോ ഒരു സെമിനാറാണോ ക്ലാസ്സാണോ എന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പം ധ്യാനവും സ്തുതിപ്പും പാട്ടിനുമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. എത്ര ഇടത്താ അവരങ്ങനെ ചെയ്യട്ടെ. ഇങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു സമസ്യയായിട്ട് എടുത്ത് അങ്ങ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്നതോളം പുസ്തകങ്ങൾ വായിച്ച് നോട്ട് ശേഖരിക്കുകയും കുടുംബ കോടതിയുമായുള്ള ബന്ധങ്ങൾ, അവിടുന്ന് കിട്ടുന്ന അറിവുകൾ, ഫാമിലി കൗൺസിലിങ്ങിൽ ആൾക്കാർ പങ്കുവെക്കുന്ന അറിവുകൾ, ഇതെല്ലാം കൂടെ കോർത്തിണക്കി അങ്ങ് പങ്കുവെക്കുകയാണ് ചെയ്തത്. അപ്പം അത് 100% കേസുകളിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. ഒന്നുപോലും എൻ്റെ മുമ്പിൽ നിന്നിട്ട് പാഴായിട്ട് പോയിട്ടില്ല. അപ്പം അതൊരു നൽകുന്ന മനധൈര്യം. പിന്നെ ആൾക്കാർ പിന്നീട് അതിനെക്കുറിച്ച് പറയുന്ന ബാക്കി കമൻറ്റ്, അവിടെ വിലയിരുത്തൽ, ഇതെല്ലാം വന്നപ്പം ഈ ഒരു രീതി വന്നു. പിന്നെ ചില പിതാക്കന്മാർ, ഒരുപാട് അച്ഛന്മാർ അവരുടെ തന്നെ ഒത്തിരി ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടവകയിൽ നിന്ന് രൂപരെന്നൊക്കെ പറഞ്ഞു വിടാൻ തുടങ്ങി. അപ്പം അതെല്ലാം നമുക്കൊരു വലിയ ബലമായി, ധൈര്യമായി. പിന്നെ കാലാനുസൃതമായി വായിച്ച് അതുമായി ചേർന്ന് പോകുന്ന ഫലിതങ്ങളൊക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അത് നല്ലൊരു വിജയമായിട്ട് ഇന്ന് വരെ കണ്ടു. താമസിച്ച് ഉള്ള വിവാഹങ്ങൾ, കുറേ കഴിഞ്ഞ് മക്കൾ മതി എന്നുള്ള കണക്കുകൂട്ടലുകൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും വരുന്നതാണ്. ഒരുപക്ഷെ ദൈവാനുഗ്രഹം നഷ്ടപ്പെടാൻ അത് ഒരു വലിയ കാരണമായിട്ട് മാറും. വിവാഹത്തിനൊക്കെ ഒരു പ്രായമുണ്ട്. അത് നമ്മൾ കണക്കുകൂട്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ആസ്വാദ്യത നഷ്ടപ്പെടാറുണ്ട്. ദൈവം ഒരാളെ ഒരുമിപ്പിച്ച് തരുന്നു എന്ന് കണ്ടാൽ അങ്ങ് സ്വീകരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളാവുക. അങ്ങനെയുള്ള സ്വാഭാവിക ജന്മങ്ങളും വിവാഹങ്ങളും ഒക്കെ ഉള്ളതാണ് കൂടുതൽ നല്ലതെന്നാണ് അനുഭവത്തിൽ എൻ്റെ അഭിപ്രായം, പലരും പറഞ്ഞ് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പം ഒന്നാമത് തമ്മിലുള്ള ഒരു ധാരണയ്ക്ക് കുറവ് വരുന്നുള്ളൂ. ഞാൻ എൻജിനീയറാണ്, ജോലി ചെയ്തു, എൻ്റെ സാമ്രാജ്യം ഞാൻ പടുത്തുയർത്തി. ഞാനും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. വീട് നോക്കി, കടം വീട്ടി, പൈസ ഉണ്ടാക്കി എൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തി. പിന്നെ കല്യാണം കഴിയുമ്പോൾ 2 ചക്രവർത്തിമാരാണ്. ഓരോ സാമ്രാജ്യം ഉണ്ടാക്കിയ പുരുഷനും സ്ത്രീയും. അവിടെ വിധേയത്വം എന്ന് പറയുന്ന ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യയെ ഒതുക്കുന്ന ഭർത്താവ്. ഈ അപകടങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നുണയാണ്. കാരണം ഞാൻ ഡീൽ ചെയ്യുന്ന ആളാണ്. എത്രയോ കേസ് ഇങ്ങനെ വരുന്നുണ്ട്. താമസിച്ച് കല്യാണം കഴിക്കുന്നവരുടെ വലിയൊരു അപകടം, അവർ അവരുടേതായൊരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ആരും ഒരു ഉപദേശം സ്വീകരിക്കുകയല്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ എൻ്റേത് ആ രീതിയിലങ്ങ് പോവും. അപകടം അതിനകത്തുണ്ട്. ഇനി ജോലി പോവും, അല്ലെങ്കിൽ ശമ്പളം ഉണ്ട്, അതുകൊണ്ട് സാവധാനം ഒരു കുഞ്ഞു മതി എന്ന് നീട്ടി വെച്ച് പോയിട്ട് പിന്നീട് ഗർഭപാത്രത്തിൽ ക്യാൻസർ വന്ന് ഒരിക്കലും മക്കളില്ലാതെ ജീവിച്ച ദമ്പതിമാരെയും കണ്ടിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിയുടെയും കണക്കുകളിലേക്കും വെച്ചു കൊടുക്കാതെ തമ്പുരാൻ്റെ കടത്തിലേക്ക് പന്തിട്ട് കൊടുക്കുക. ദൈവം നടത്തട്ടെ എന്നുള്ള ഒരു നല്ല തീരുമാനമെടുക്കുക. അതാണ് കൂടുതൽ യോജ്യം എന്നാണ് കൗൺസിലിങ്ങിൻ്റെ വെളിച്ചത്തിലുള്ള എൻ്റെ വിലയിരുത്തൽ. മാതാപിതാക്കൾ യഥാർത്ഥ ക്രൈസ്തവ ജീവിത പശ്ചാത്തലത്തിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരണം. പള്ളി വിട്ടു, കുർബാനയ്ക്ക് വിട്ടു, വേദപാഠത്തിന് വിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, പെൺപിള്ളാരുടെ ജീവിതത്തിൽ അമ്മയുടെ കണ്ണ് വേണം. പ്രത്യേകിച്ച് പുണ്യപ്പെട്ടവളെ പോലെ നടക്കും. വീട്ടിൽ വന്ന് കയറുമ്പം നടപ്പും എടുപ്പും കണ്ടാൽ തോന്നിയോ എൻ്റെ മോള് ഗബ്രിയേൽ മാലാഖയുടെ ഇളയ പെങ്ങൾ, പക്ഷെ അടുക്കുമ്പോൾ ലൂസിഫറിൻ്റെ മൂത്ത പുത്രിയാണ്. അങ്ങനെയുള്ള പെൺപിള്ളാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആൺപിള്ളാരെയും കണ്ടിട്ടുണ്ട്. കളിപ്പിക്കുന്ന ഒരിക്കൽ ഞാൻ ഒരു പെൺകുട്ടി ഫോൺ വിളിക്കുന്ന കേട്ടു. ഞാനിന്ന് കുപ്പായത്തിലല്ല, മപ്റ്റിയില്ല. ഫോൺ വിളിക്കുന്ന കേട്ടു, അമ്മേ കുറച്ച് വൈകിയേ വരുവുള്ളൂ, പ്രത്യേക ട്യൂഷൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. സാറ് വിളിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ്, ഏതോ കൂട്ടുകാരും ഇത് സൊള്ളാൻ പോകാനുള്ള എല്ലാ ഒരുങ്ങിയിട്ടാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളുടെ നമ്പർ ഇന്ന് വളരെ വർദ്ധിച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്കയ്ക്ക് പോലും. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ചുമ്മാ ഇളച്ചു വിടും. എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങളും ഇളവ് കൊടുത്ത് അവസാനം കുട്ടി ഇങ്ങനെയായിത്തീരും.
മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിച്ചാലും പോയി വീഴുന്ന കുട്ടികളുണ്ട്. അത് സുഹൃത്ത് ബന്ധത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോടാണ് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നത്, ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരോടാണ്. അത് പ്രത്യേക ശ്രദ്ധ പേരൻസിനുണ്ടാകണം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ നിങ്ങളെ ആകർഷിക്കുന്നത് അവരുടെ പെങ്ങന്മാരെയും കൂട്ടുകാരികളെയും അയച്ചാണ്. ചില പെൺകുട്ടികൾ വന്നിട്ട് ഒത്തിരി കൂട്ടുകൂടും, ഭക്ഷണം കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം, വർത്തമാനം പറയാം എന്ന് പറഞ്ഞിട്ട് ആ മതത്തിൽപ്പെട്ട അവരുടെ ആങ്ങളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവർ സീനിൽ നിന്ന് മാറി, ഇവർ ഏജന്റുമാരാണ്. പിന്നീട് പോയി വധിക്കപ്പെട്ടു എന്ന് കേൾക്കാം, തീവ്രവാദിയായെന്ന് കേൾക്കാം, നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാം. ഈ അപകടങ്ങളിലേക്ക് പെടും. അമ്മ, ഇടവകയിലെ കുട്ടികൾ, അടുപ്പമുള്ളവർ, അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, മറ്റ് പിശാചിലേക്ക് വളർത്തിക്കൊണ്ട് പോകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. സുഹൃത്തുക്കളെ വിവേകത്തോടെ പെൺകുട്ടികൾ ടീനേജിൽ തിരഞ്ഞെടുക്കുക. ഇവരാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, അമ്മ, അപ്പൻ, ആങ്ങളമാർ ശ്രദ്ധിക്കുക. അപകടമുണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയുക. പിന്നീട് കരയുന്നതിനേക്കാൾ ഭേദം മുളയിലെ ആ ബന്ധങ്ങൾ നുള്ളിക്കളയുന്നതാണ്. എല്ലാവർക്കും ലൈംഗികത എന്ന് പറഞ്ഞാൽ ഉടനെ ഓർമ്മ സെക്സ്, ശാരീരിക ബന്ധം എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ലൈംഗികത ഒരു മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ്. ഈറ്റുനോവെന്ന് പറയുന്നതല്ല. ഈറ്റുനോവ് പ്രസവവേദനയല്ല, 9 മാസക്കാലം സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വികാരമാണ് ഈറ്റുനോവ്. ഇപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് നമ്മളിലുള്ള സ്നേഹിക്കാനുള്ള കഴിവ്, വിട്ടുവീഴ്ചയ്ക്കുള്ള കഴിവ്, വികാരം പ്രകടിപ്പിക്കാനുള്ള കഴിവ്, അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ദൈവദത്തമായ ഒരു സമ്മാനമാണ്. പലരും അതിൻ്റെ ഒരു ശാരീരിക ബന്ധത്തിൻ്റെ തലം മാത്രമേ കാണുകയുള്ളൂ. ഇപ്പം നമുക്കൊന്ന് ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താ ഒരു മോശം പിടിച്ച വാക്കുപോലെയാണ് ചിന്തിക്കുന്നത്. നല്ലതാണ്, അത് പോസിറ്റീവാണ്. ഒരു പെണ്ണിന് ആണിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നണം, ഒരു ആണിന് പെണ്ണിനോടും തോന്നണം. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സിദ്ധിയാണ് ലൈംഗികത. അത് മോശമാക്കിയും മലിനമാക്കിയും കളയാതെ അന്തസ്സോടെ ഉപയോഗിച്ച് നല്ല വ്യക്തിത്വങ്ങളുടെ വളരാനായിട്ട് സഹായിക്കും. ലൈംഗികതയുടെ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആണും പെണ്ണും കെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ പറയുകയാണ്, ഓ എനിക്ക് വയസ്സ് 28 കഴിഞ്ഞു, ഇതുവരെ ഏത് പെണ്ണിനെ കണ്ടാലും എനിക്കൊരു വികാരവും തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അവനെ രൂപക്കൂട്ടി വെക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ മർമ്മപ്രധാനമായതോ ഞരമ്പ് വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പം നോർമലായിട്ട് നമ്മൾ സ്നേഹത്തിൽ പ്രകടിപ്പിക്കണം. ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ സിദ്ധിയുമാണ്. ഈ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് കേട്ട് പഠിച്ച് മനഃപാഠമാക്കുന്നു. ചിലർ അങ്ങനെയുള്ളത് വീണിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്താൻ കഴിവുള്ള പെണ്ണായിരിക്കുകയില്ല. കൗൺസിലിംഗ് കേസുകൾ ഒരുപാട് വരുന്നതാണ്. ഭാര്യയെ തൃപ്തിപ്പെടുന്ന പുരുഷനുമായിരിക്കും. ഉദാഹരണം, സ്വയംഭോഗത്തിന് അടിമയായ പുരുഷന് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യയുടെ സെക്ഷുവൽ ലൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല. പിന്നീട് നിരാശനായിട്ട് കേസുകൾ വരാറുണ്ട്. അങ്ങനെ സെൽഫ് അബ്യൂസ് നടത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഭർത്താവിൻ്റെ ലൈംഗിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാതാവും. പെട്ടെന്ന് തളരുന്ന, പെട്ടെന്ന് മടുക്കുന്ന ബന്ധങ്ങളിലേക്ക് വരും, തഴക്കദോഷങ്ങൾക്ക് അടിമയായി മാറിക്കഴിഞ്ഞാൽ. പിന്നെ ബ്ലൂ ഫിലിമിൽ ഒരു പെണ്ണ് കാണിക്കുന്നതൊക്കെയാണ് സെക്സ് എന്ന് ഒരു പുരുഷൻ ധരിച്ചാൽ, പുരുഷൻ കാണിക്കുന്നതൊക്കെ ശരിയെന്ന് ഒരു സ്ത്രീ ധരിച്ചാൽ, അതുപോലെ കാണിക്കാത്ത ഭാര്യയിൽ നിന്നും പുരുഷൻ അകലും. അങ്ങനെ പെരുമാറാത്ത ഭർത്താവിൽ നിന്നും ഭാര്യ അകലും. ഇഷ്ടംപോലെ കേസുകൾ. ഇയാൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, ഇവനൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന ആണുങ്ങൾ. ചിലർ വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാവിധ ബന്ധങ്ങളും സ്ഥാപിച്ചു, അതിനുശേഷം ആളെ കെട്ടുന്നു. അതോടെ പിന്നെ അവൾക്ക് സംശയമാണ്, ഇവൻ വേറെ വല്ല പെണ്ണുങ്ങളോട് ഇങ്ങനെ കാണിക്കുമോ? അവന് സംശയം, ഇവൾ വേറെ വല്ലവനും കൂടെ വഴങ്ങിക്കൊടുക്കുമോ? കൊണ്ടാണ് പറയുക, അങ്ങനെയൊന്നും ഉള്ള വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ. ഡ്രൈവിങ് പഠിച്ച വണ്ടി ആരും സ്വന്തം വണ്ടിയായിട്ട് മേടിച്ച് ഉപയോഗിച്ചാൽ പിന്നീട് ആ വണ്ടി അപകടം ഒട്ടും താമസിയാതെ ഉണ്ടാവും. അതും ലോകം പഠിപ്പിക്കുന്നൊരു പാഠം. നമുക്കെല്ലാം വേണം, അതേസമയത്ത് സൂക്ഷിക്കേണ്ട മാന്യമായ അകൽച്ചകൾ പാലിക്കുകയും വേണം. അഴിഞ്ഞു പോയി ചെന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നതല്ല,
കുടുംബജീവിതം. ആ ദൈവദിനങ്ങൾ വിവാഹത്തിന് മുമ്പ് പ്രത്യേകം ഓർക്കുക. എല്ലാവരും പലതും പറയും, പക്ഷെ നിങ്ങളാ ജീവിക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ വിപത്ത്, ഇതിൻ്റെ അപകടം. ചില ആൺപിള്ളേർ തന്നെ പറയും, ഇന്ന സ്ഥലത്ത് പഠിച്ച പെൺപിള്ളേരെ അച്ഛാ എനിക്ക് കെട്ടാൻ താല്പര്യമില്ല, കാരണം അവിടെ അവൾ ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പം അങ്ങനെ മുകളിലത്തെ നില വേറെ ആരുടെ കൂടെ കിടന്നാണ് വരുന്നത്, അവിടുത്തെ പഠിത്ത സമയത്ത് ഇങ്ങനെയാണ് അവിടെ യാത്ര. വലിയ മോളെയാണ് ആശയം വരുന്ന ആൺപിള്ളേരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലത്ത് പഠിച്ച പെണ്ണിനെ വേണ്ട. അപ്പോൾ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങളും പറയും, ഇന്ന ജോലി ചെയ്തവനാണോ അവനെ വേണ്ട, അവരുടെ കൂട്ടുകെട്ട് നല്ലതല്ല. അങ്ങനെയൊക്കെ പറയുമ്പം വ്യക്തിജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ തിന്മയിലേക്ക് നമ്മളെ ചായ്ക്കുന്ന അവസ്ഥകൾ വേണ്ടെന്ന് വെക്കണം, അതും ശ്രദ്ധിക്കണം. ഏറ്റവും ശക്തിയുള്ള സഭ കത്തോലിക്കാ സഭയാണ്. അപ്പോൾ അത് ഒന്ന് തകർന്നു കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പമാണ്. ധാർമ്മിക മൂല്യങ്ങൾ, മദ്യത്തിനെതിരെ ശബ്ദിക്കുന്നത്, ഇതൊക്കെ ഇതാവുമ്പം ചില ലോബികൾ ഈ സഭയെ തകർക്കണം, സഭയുടെ ധാർമ്മിക സ്വരം മുഴങ്ങരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മീഡിയകളുണ്ട്. സ്വകാര്യ മീഡിയ ഉണ്ട്, വലിയ പബ്ലിക് മീഡിയകളുണ്ട്, വ്യക്തികളും ഒക്കെയുണ്ട്. ഒപ്പം ഏതെങ്കിലും കാരണത്താൽ സഭയോട് പിണങ്ങി നിൽക്കുന്ന ചില ആത്മായരുണ്ട്, അർപ്പിതരുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം നാട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അത് പൊലിപ്പിച്ച് വലുതാക്കി കാണിക്കും. നമുക്ക് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ പറഞ്ഞാലും സാരമില്ല, പ്രാർത്ഥിക്കാം, നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി എന്നും പറഞ്ഞ് കുനിഞ്ഞു പോകുമ്പം നമ്മളെ തലേ കയറി ചൊറിയാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ സമൂഹത്തിലാണ് ജീവിക്കുക. ഈ വർഷമാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ 18 പേര് MBBS MD കഴിഞ്ഞ ഡോക്ടർ 1ാം വർഷം പഠിക്കുന്നു, എൻജിനീയർമാർ, MBA, ഗ്രാജുവേറ്റ്സ്, എത്ര പേരാ. പണ്ട് കുട്ടികൾ വന്നു, ഇന്ന് ഇത്രയും ഒക്കെ പ്രശ്നമുള്ള ലോകത്ത് യുവജനങ്ങൾ, ആണുങ്ങൾ വ്യക്തമായിട്ട് പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നു, സന്യാസത്തിലേക്ക് കടന്നു വരുന്നു. കപ്പുച്ച സഭ മാത്രം ബാക്കി എല്ലാ സഭകളും, രൂപതാ സമൂഹങ്ങൾ. സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളിയിൽ കുറവുണ്ട്. കാരണം പണ്ട് 10 സഭയാണെങ്കിൽ ഇന്ന് 30 സഭകൾ സിസ്റ്റേഴ്സിൻ്റേതാണ്. പണ്ട് 50 പേര് ഒരു സഭയ്ക്ക് 5 പേര് വെച്ച് 50 പേര് പോയെങ്കിൽ ഇന്ന് 1.5 പേര് വെച്ച് 30 സഭയ്ക്ക് പോകുമ്പം അംഗസംഖ്യ കുറയുന്നുമുണ്ട്. ആ വ്യത്യാസമുണ്ട്. പക്ഷെ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ധാരാളമായിട്ട് ഇന്നുണ്ട്. ഒരുപക്ഷെ പഴയതിനേക്കാൾ നല്ല സോളിഡ് ദൈവവിളികൾ ഇന്നാണ് വരിക. വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്, സത്യമാണ്. തെറ്റുവരുന്ന വൈദികരും സമർപ്പിതരും എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം കാണിക്കുന്ന അത്ഭുതം, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്നത് പഴയതിനേക്കാൾ നല്ല ഉറച്ച ദൈവവിളികളാൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ ദൈവം ധന്യമാക്കുന്നതായിട്ടാണ് എൻ്റെ ഈ കാലങ്ങളിലുള്ള മുഴുവൻ അനുഭവം ഈ വർഷം വരെ കണ്ടത്. അങ്ങനെയാണ്. ആയിരത്തി 1918-22 കാലഘട്ടത്തിൽ ലക്ഷോപലക്ഷങ്ങൾ മരിച്ചുപോയ മാരകവ്യാധി സ്പാനിഷ് ഫ്ലൂ. മദ്രാസും ബാംഗ്ലൂരും ട്രിവാൻഡ്രവും ഡൽഹി, ബോംബെ എല്ലാം മനുഷ്യൻ മാസ്ക് ധരിച്ച് നടക്കുന്നതിൻ്റെ ഫോട്ടോ കാണാം. അന്നത്തെ പത്രങ്ങളുടെ ഇപ്പം കോപ്പി കാണുമ്പം 4 വർഷക്കാലം നീണ്ടു നിന്നു. അതിൻ്റെ 1 വർഷം കൊണ്ടെല്ലാം കഴിഞ്ഞു, അതിൻ്റെ പ്രതിധ്വനി നീണ്ടു നിന്നു. എല്ലാം കഴിഞ്ഞ് ലോകം വികസിച്ച് വീണ്ടും ഇത്രയും ശക്തിയുള്ള ഒന്നിലേക്ക് എത്തി. ഇതുപോലെ മാറി വരും, എല്ലാം മാറും, ആൾക്കാർ വരും. അതുകൊണ്ടാണ് ഇപ്പോഴാണേലും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. 10 താഴെ അവരാണ് ഭൂരിപക്ഷം പേരും ദേവാലയത്തിൽ വരുന്നവർ. എന്നിട്ടും ഇത്ര ആൾക്കാർ ഈ കാലയളവിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അടിസ്ഥാന ദാഹം കിടക്കുന്നു, ഇതൊരു താൽക്കാലിക ഭാഗം. പിന്നെ ഒരു ചിന്ത വരുന്നത്, ഞാൻ ഇത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി, അംബാനിയും ഈ നാട്ടിലെ ചായക്കടക്കാരനും ഒരേ സ്റ്റാൻഡേർഡേ ഉള്ളൂ, ഒരേ നിലവാരമേ ഉള്ളൂ. ധർമ്മക്കാരനും മൂക്കുപൊത്തി കെട്ടും, നരേന്ദ്രമോദി മൂക്കുപൊത്തി കെട്ടും, അംബാനിയും കെട്ടും, ഇവിടുത്തെ ജ്യൂസ് കടക്കാരനും കെട്ടും, എല്ലാവരും ഒരുപോലെ. ഇപ്പം ഞാൻ വലിയ ആളാണ്, വലിയ ഹീറോ എന്ന് ഓർക്കാനൊന്നുമില്ല. ഈ വൈറസ് പഠിപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ നീയും ഞാനും നമ്മളും എല്ലാം എന്നുള്ള തിരിച്ചറിവ്. ഒപ്പം ദൈവം മനസ്സായാലും ഇത് മാറും എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇത്ര ശാസ്ത്രജ്ഞന്മാരും ലോകത്തെ മുഴുവൻ ഭസ്മമാക്കുന്ന യുദ്ധ ഉപകരണങ്ങളുള്ള ലോകരാഷ്ട്രങ്ങൾ, എന്നിട്ട് പോലും അദൃശ്യമായ വൈറസിനെ നേരിടാൻ ഇത്രയും നാളായിട്ട് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എത്ര മിടുക്കനെന്ന് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ആ തിരിച്ചറിവ്, ദൈവാശ്രയ ബോധം, പിന്നെ ദൈവത്തെക്കുറിച്ചൊരു ദാഹം, ആഗ്രഹിച്ചിട്ട് കുർബാനയ്ക്ക് പറ്റുന്നില്ലല്ലോ,
ആഗ്രഹിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ തിരിച്ചറിവുകൾ ഇതെല്ലാം തരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് അമിതമായ ഭയമൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ദേഹം നല്ല ആരോഗ്യമുള്ളതായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങണം. ഇത് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അങ്ങനെ ഇറങ്ങുന്ന ഭയമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം ഭയം പോയി, ആദ്യം എന്തൊരു ഭയമായിരുന്നു. അപ്പം നമ്മൾ പറയുന്ന പോലെ മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക, അങ്ങനെ അങ്ങ് പോവുക, അങ്ങ് നടക്കുക. 65-നും 10-നും പ്രായമുള്ളവർ അവർ സമൂഹത്തെ ജീവനുള്ളതായി നല്ല ഓജസ്സുള്ളതായിട്ട് കാത്തു സൂക്ഷിക്കണം. പള്ളിയിൽ പോയിട്ടും കുർബാന കൈക്കൊണ്ടിട്ടും കോവിഡ് വരുന്നതായിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല. ടാൻസാനിയയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്ക് ഡോക്ടർമാരോ മരുന്നൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യമായി ഇന്നും ടാൻസാനിയ നിലനിൽക്കുന്നു. ഇതും കാലത്തിൻ്റെ ഒരു സൂചന. മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മറ്റുള്ളവർക്കൊക്കെ പലതും പറയാം, വേണമെങ്കിൽ പറയാം. നവംബർ 1 മുതൽ ഡിസംബർ 31 വരെ എല്ലാ കത്തോലിക്ക പള്ളിയിൽ നിന്നും ഔസേപ്പ് പിതാവിൻ്റെയും ഉണ്ണീശോയുടെയും രൂപം മാറ്റണം. ജനുവരി 1-ാം തീയതി കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച ശേഷം ഔസേപ്പ് പിതാവിനും ഉണ്ണീശോയും ദേവാലയത്തിൽ വെച്ചാൽ മതി. അങ്ങനെ നിയമം വരാം. കാരണം ഔസേപ്പ് പിതാവിന് 65 കഴിഞ്ഞു, ഉണ്ണീശോയ്ക്ക് 10 വയസ്സ് ആയിട്ടുമില്ല. വേണമെങ്കിൽ നിയമങ്ങൾ പലതും വരാം. അപ്പം അങ്ങനെയുള്ളടത്ത് ആരെ പേടിക്കാനാ? വിട്ടവൻ വിളിച്ചപ്പം പോകണം. ആ ധൈര്യത്തോടെ ആരോഗ്യമുള്ളവർ കർമ്മവേദികളിൽ സജീവമായിട്ട് ഇറങ്ങുക, ഉണർവുള്ള സഭയെ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പൊതുവിൽ പറയാനുള്ള ഒരു സന്ദേശം. ഞാൻ എൻ്റെ യാത്രകളിൽ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ വ്യക്തിപരമായി ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കൊന്ത ചൊല്ലി തീർക്കാറുണ്ട്. ചിലപ്പോൾ ഒരുമിച്ചിരുന്നായിരിക്കുകയല്ല, എപ്പോഴെങ്കിലുമൊക്കെ സമയങ്ങളിലായിട്ട് ദിവസങ്ങളായിട്ട് കൊന്ത, എൻ്റെ കൂടെ കൈ കൊന്തയുണ്ട്, അതിങ്ങനെ ചൊല്ലും. പിന്നെ ദിവസവും ബൈബിൾ കുറേ സമയം വായിച്ച് ധ്യാനിക്കും, അതൊരിക്കലും വീഴ്ച വരുത്തിയല്ല. പിന്നെ നല്ല ആത്മീയ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ ദിവസത്തിൻ്റെ കുറേ സമയം ദൈവചിന്തകൾക്കും ദൈവിക ശുശ്രൂഷകൾക്കും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും, പിന്നെ ഞങ്ങളുടെ സമൂഹമാണല്ലോ, സന്യാസ സമൂഹമാണ്, ഞങ്ങൾക്ക് തെറ്റാത്ത പ്രാർത്ഥനകളുണ്ട്. പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, നിശാപ്രാർത്ഥന, വിശുദ്ധ കുർബാന, അതെല്ലാം ഉള്ളൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി ഇങ്ങനെ നമ്മൾ സമയം കണ്ടെത്തി പറ്റുന്ന പോലെ സമയം ചെലവഴിക്കാറുണ്ട്.